സയൻസ് ഡെസ്കിൽ നിന്ന്. പ്രജിൻ, വളരെ ആവേശനിർഭരമായ ആകാംക്ഷകൾ നിറഞ്ഞ അത്ഭുതങ്ങൾ സമ്മാനിക്കുന്ന ഒരു യാത്ര, അതാണ് ബഹിരാകാശ നിലയത്തിലേക്ക് ശുഭാംശു ശുക്ലയും സംഘവും നടത്തിയത്. ശുഭാംശു, ഇന്നലെ അവിടുത്തെ യാത്രയപ്പ് സമയത്ത് തന്നെ പറഞ്ഞത് ഒരു മാന്ത്രിക അനുഭവമായിരുന്നു ഭൂമിയെ ബഹിരാകാശ നിലയത്തിൽ നിന്ന് നോക്കിയപ്പോഴൊക്കെ തനിക്ക് അനുഭവപ്പെട്ടത്. പറ്റുന്ന സമയങ്ങളിലൊക്കെ ഭൂമിയെ നോക്കാൻ താൻ ശ്രമിച്ചിട്ടുണ്ട് എന്നാണ്. ശുഭാംശുവും സംഘവും അവരുടെ മടക്കയാത്ര ആരംഭിക്കുകയാണ്. ഇവിടെ ഈ ഭൂഗോളത്തിലുള്ള ജനങ്ങൾ ആകാംക്ഷയോടുകൂടി, പ്രതീക്ഷയോടുകൂടി, സന്തോഷത്തോടുകൂടി അവരെ സ്വീകരിക്കാൻ തയ്യാറായിരിക്കുന്നു. ഏതൊക്കെ ഘട്ടങ്ങളിലൂടെയാണ് ഇനി അവരുടെ യാത്രയ്ക്ക് കടന്നു പോകാനുള്ളത്? എപ്പോഴാണ് ബഹിരാകാശ നിലയത്തിൽ നിന്നുള്ള അൺഡോക്കിംഗ് ആരംഭിക്കാൻ പോകുന്നത്? ഗോപി, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അൺഡോക്കിങ്ങിനുള്ള സമയം ഇതാ ആവുകയാണ്. 4:35 അൺഡോക്കിംഗ് നടക്കുകയും ആ മടക്കയാത്ര തുടങ്ങുകയും ചെയ്യുക. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇപ്പോൾ ഗോപി പറഞ്ഞ ആ കാര്യമാണ്. അതായത് ആദ്യമായാണ് ബഹിരാകാശ നിലയത്തിൽ ഒരു ഇന്ത്യക്കാരൻ എത്തിയിരിക്കുന്നത്. ശുഭാംശു ശുക്ലയാണ്. ഇനി ഈ സംഘത്തിലെ മറ്റു 3 പേരും ഇതേപോലെ ശുഭാംശുവിനെ പോലെ ആദ്യമായി ബഹിരാകാശ നിലയത്തിൽ എത്തുന്നവരാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത്, അവരെ നയിക്കുന്നത് ഒരുപക്ഷെ അമേരിക്ക കണ്ട ഏറ്റവും പരിചയസമ്പന്നയായ ഒരു ബഹിരാകാശ യാത്രിക, അത് പെഗി വിൽസനാണ്. പെഗി വിൽസന്റെ കമാൻഡർഷിപ്പിലാണ് ഈ ബാക്കിയുള്ള 3 പേരും ആക്സിയം 4 എന്ന ദൗത്യത്തിന്റെ ഭാഗമായി അവിടെ ISS-ൽ എത്തുകയും ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവർക്ക് 3 പേർക്കും, ഈ 3 പേരെന്ന് പറയുമ്പോൾ ശുഭാംശു ശുക്ല, മറ്റൊന്ന് സ്ലവോഷ് ഉസ്നാൻകി വിസ്നിവ്സ്കി, മറ്റൊന്ന് ടിബോർ കാപ്പു, ഇങ്ങനെ ഇവർ 3 പേർക്കും ഇതൊരു വലിയ അനുഭവമാണ്. നേരത്തെ ഗോപി പറഞ്ഞ അതേ വാക്കുകൾ ഇവർ 3 പേരും കഴിഞ്ഞ രണ്ടാഴ്ചക്കാലത്ത് എപ്പോഴൊക്കെ രാജ്യത്തെ അഭിസംബോധന ചെയ്തോ, അവരവരുടെ രാജ്യത്തെ അഭിസംബോധന ചെയ്തോ, അപ്പോഴൊക്കെ പറഞ്ഞു ഇറ്റ് വാസ് ഇൻക്രെഡിബിൾ ജേർണി എന്ന രീതിയിലുള്ള പ്രതികരണങ്ങൾ നമ്മൾ കണ്ടതാണ്, കേട്ടതാണ്. അപ്പോൾ ആ യാത്രയ്ക്ക് ഒടുവിൽ പരിസമാപ്തിയാവുകയാണ്. കഴിഞ്ഞ 18 ദിവസം നടത്തിയ 60ഓളം വലിയ ശാസ്ത്ര പരീക്ഷണങ്ങൾ ഒരുപക്ഷെ ഭാവി ബഹിരാകാശ യാത്രകൾക്കും അതിനപ്പുറത്ത് ഭൂമിക്കപ്പുറത്തുള്ള ഒരു ജീവൻ, അതും ദീർഘകാല വാസം എന്ന നിലയിലേക്കൊക്കെ ഒരുപക്ഷെ മനുഷ്യരെ കൊണ്ടുചെന്നെത്തിക്കുന്ന തരത്തിലുള്ള ഒരുപാട് പരീക്ഷണങ്ങൾ നടത്തിയിട്ടുണ്ട്. അതിന്റെ ഫലം ഇനി ഇവിടെ ഭൂമിയിലെത്തിയ ശേഷമായിരിക്കും വിലയിരുത്തപ്പെടുക. അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വലിയ സംഭാവനകൾ വിവിധ ഡിപ്പാർട്ട്മെന്റുകൾക്ക് അല്ലെങ്കിൽ ലോക രാജ്യങ്ങൾക്ക്, 31 രാജ്യങ്ങൾ നിർദ്ദേശിച്ച പരീക്ഷണങ്ങൾ എന്ന് പറയുമ്പോൾ ഏതാണ്ട് പ്രധാനപ്പെട്ട എല്ലാ രാജ്യങ്ങളും ഉൾപ്പെട്ടിട്ടുണ്ട് ഈ ദൗത്യത്തിൽ. അതുകൊണ്ട് തന്നെ അവർക്കെല്ലാം അവരുടെ തന്നെ ശാസ്ത്ര വിഭാഗങ്ങൾക്ക്, ശാസ്ത്ര ലോകത്തിന് വലിയ മുതൽക്കൂട്ടാവുന്ന സംഭാവനകളാകും ഇവർ സമ്മാനിക്കുക. അതെല്ലാം പൂർത്തിയാക്കിയാണ് ഇപ്പോഴത്തെ മടക്കം. ഇനിയിപ്പോൾ ഗോപി ചോദിച്ച ഏറ്റവും ഒടുവിലത്തെ കാര്യം, എപ്പോഴാണ് അൺഡോക്കിംഗ് നടക്കുക? 4:35 അൺഡോക്കിംഗ് പ്രോസസ് നടക്കാൻ പോകുന്നത്. അതിന്റെ മുന്നോടിയായുള്ള ഹാച്ച് ക്ലോഷർ അത് പൂർത്തിയായി കഴിഞ്ഞു. ഏതാണ്ട് 1.5 മണിക്കൂർ മുമ്പ് അത് പൂർത്തിയായതാണ്. അതായത് 4 സംഘം ഈ പറയുന്ന ഡ്രാഗൺ പേടകം, നേരത്തെ പറഞ്ഞല്ലോ, ഇത് ഒരു സംയുക്ത ദൗത്യമാണ്. ഇതിൽ അംഗങ്ങളായ ഏജൻസികൾ നമുക്ക് പെട്ടെന്ന് നോക്കാം. ഒന്ന് സ്പേസ് എക്സ് ആണ്. ഏറ്റവും ആദ്യം പറയേണ്ടത് ആക്സിയം സ്പേസ് എന്ന് പറയുന്ന സ്വകാര്യ ബഹിരാകാശ കമ്പനിയാണ്. അവരാണ് ഇതിന്റെ ചുക്കാൻ പിടിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ ദൗത്യത്തിന് ആക്സിയം 4, അതവരുടെ 4ാം ദൗത്യമാണ്. അതുകൊണ്ടാണ് ആക്സിയം 4 എന്ന പേര് ഈ ദൗത്യത്തിന് നൽകുന്നത്. മറ്റൊന്ന് സ്പേസ് എക്സ്. നമുക്കറിയാം, കഴിഞ്ഞ കുറേ വർഷങ്ങളായി ഈ രീതിയിൽ ഏറ്റവും പുതിയ മോസ്റ്റ് മോഡേൺ ടെക്നോളജി ബഹിരാകാശ രംഗത്ത് അവതരിപ്പിച്ച കമ്പനിയാണ് സ്പേസ് എക്സ്. അവരുടെ വാഹനങ്ങളാണ് ഈ ദൗത്യത്തിൽ ഉപയോഗിക്കപ്പെട്ടത്. അതിലൊന്ന് ഫാൽക്കൺ എന്ന് പറയുന്ന റോക്കറ്റ്, ഫാൽക്കൺ 9 റോക്കറ്റ് ഉപയോഗിച്ചാണ് ഈ ദൗത്യ സംഘം ബഹിരാകാശ നിലയത്തിലേക്ക് ആദ്യം പുറപ്പെട്ടത് കഴിഞ്ഞ മാസം 25-ാം തീയതി. മാത്രമല്ല, ഇവർ കഴിഞ്ഞ പേടകം, അതിന് പറയുന്നത് ഡ്രാഗൺ എന്നാണ് അതിന്റെ പേര്. ആ ഡ്രാഗൺ പേടകത്തിലാണ് ഇവരുടെ യാത്ര ഉണ്ടായത്. ഫാൽക്കൺ 9 റോക്കറ്റ് ഉപയോഗിച്ച് ഈ പേടകത്തെ ഒരു നിശ്ചിത പരിധിക്ക് അപ്പുറത്തേക്ക് എത്തിച്ചു. പിന്നീട് ആ പേടകം ഒറ്റയ്ക്കാണ് യാത്ര ചെയ്ത് ഇവിടെ ISS-ൽ എത്തുകയും ചെയ്തത്. അതേ പേടകത്തിൽ തന്നെയാണ് ഇന്നത്തെ ഈ മടക്കവും എന്നുള്ള പ്രത്യേകതയുണ്ട്. ആ പേടകത്തിന് ഒരു പുതിയ പേര് കൂടി ഈ ദൗത്യ സംഘം നൽകിയിരിക്കുന്നു. അതിന്റെ പേര് ഗ്രേസ് എന്നാണ്. ഡ്രാഗൺ ഗ്രേസ് എന്നാണ് അവർ ഇപ്പോൾ അതിനെ വിളിക്കുന്നത്. ഇപ്പോൾ 1.5 മണിക്കൂർ മുമ്പ് ഗ്രേസിനകത്തേക്ക് ഈ 4 പേരും കയറിയിരിക്കുന്നു. നമുക്കറിയുന്നത് പോലെ ഈ പേടകത്തിന്റെ പൈലറ്റ് എന്ന് പറയുന്നത് ശുഭാംശു ശുക്ലയാണ്. അതുകൊണ്ട് തന്നെ ഒരുപാട് ചുമതലകൾ, ഉത്തരവാദിത്തങ്ങൾ ഈ മടക്കയാത്രയിൽ ശുഭാംശുവിനുണ്ട്. അതിന്റെ നിയന്ത്രണം, അതിലെ സെറ്റിംഗ്സ്, ഈ കാര്യങ്ങളെല്ലാം ഉറപ്പുവരുത്തേണ്ടത് ശുഭാംശുവാണ്. ആ ഘട്ടങ്ങളെല്ലാം പൂർത്തിയാക്കിയിരിക്കുന്ന ഒരു ഓട്ടോമേറ്റഡ് യാത്രയാണെങ്കിൽ കൂടി തന്നെ അതിൽ ചെയ്യേണ്ട ചില പ്രാഥമികമായ കാര്യങ്ങളുണ്ട്, സജ്ജീകരണങ്ങളുണ്ട്. അതിനെല്ലാം ചുക്കാൻ പിടിക്കുന്നത് ശുഭാംശുവാണ്. മറ്റൊന്ന്, നമുക്കറിയുന്നത് പോലെ ഇതിന്റെ മിഷൻ കമാൻഡറായ പെഗി വിൽസനാണ്. ഈ 2 പേരുമാണ് ആദ്യം ഈ പേടകത്തിനകത്തേക്ക് കയറിയത്. പിന്നാലെ നമ്മുടെ സ്ലവോഷും ഒപ്പം ടിബോർ കാപ്പുവും എത്തുകയായിരുന്നു. അങ്ങനെ അവർ 4 പേരും അവരുടെ സ്പെഷ്യൽ ബഹിരാകാശ വസ്ത്രമണിഞ്ഞ് ആ സ്യൂട്ട് അണിഞ്ഞാണ് ഇപ്പോൾ ആ പേടകത്തിൽ ഇരിപ്പുറപ്പിച്ചിരിക്കുന്നത്. കഴിഞ്ഞ 1.5 മണിക്കൂറായ ആ ഇരിപ്പിലാണ്. ഇനിയുള്ള കമാൻഡ് കിട്ടിക്കഴിഞ്ഞാൽ 4:35 ഈ അൺഡോക്കിംഗ് പ്രോസസ്സിലേക്ക് കടക്കുകയും ചെയ്യും. ഗോപി, നമുക്ക് തോന്നുന്നു ഈ കഴിഞ്ഞ ഈ 2 ആഴ്ച കാലയള സമയത്ത് എന്തൊക്കെ പരീക്ഷണങ്ങൾ ഇവർ നടത്തി എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഒപ്പം തന്നെ ഈ ടീമിലെ ഓരോ അംഗങ്ങൾക്കും
അവരുടേതായ പ്രത്യേകതകളുണ്ട്. ഇതെല്ലാം നമുക്ക് പരിശോധിക്കേണ്ടതുണ്ട്. ഗോപി എന്ത് തോന്നുന്നു? അതായത് ഈ പറയുന്നത് പോലെ ISROയുടെ ചരിത്രം നോക്കുകയാണെങ്കിൽ ഏറ്റവും ആദ്യമായിട്ടാണ് ബഹിരാകാശ നിലയത്തിലേക്ക് ഒരാളെ എത്തിക്കാൻ ISROയ്ക്ക് കഴിയുന്നത്. അത് വെറും ഒരു പരീക്ഷണങ്ങൾ നടത്തുക എന്നതിനപ്പുറത്ത് ഗഗൻയാൻ എന്ന് പറയുന്ന ദൗത്യം ISROയ്ക്ക് മുന്നിലുണ്ട്. അവരുടെ ഏറ്റവും ഫ്ലാഗ്ഷിപ്പ് പ്രോഗ്രാമിൽ ഒന്നാണല്ലോ ഗഗൻയാൻ എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ഭാഗമായ ശുഭാംശുവിന് ഒരു പരിചയം കിട്ടണം. എന്താണ് യാത്ര എന്നും എന്താണ് ബഹിരാകാശ നിലയമെന്നും അറിയണം. അതിനായി കൂടിയാണ് 550 കോടിയിലധികം മുടക്കിക്കൊണ്ട് ഈ ആക്സിയം സ്പേസിന്റെ ഈ ദൗത്യത്തിൽ ISRO കൂടി ഭാഗമാക്കുന്നത്.